नमस्ते। सब कैसे हो? ठीक है ना? आज की कक्षा में हम एक नई कविता पढ़ेंगे। सच्चिदानंद हीरानंद वात्स्यायन। अग्नि। अग्नि अग्नि से लिखी गई एक कविता आज की कक्षा में हम पढ़ेंगे। पहले अग्नि के बारे में सुनिए। अग्नि का जन्म उत्तर प्रदेश के देवरिया जिले के कसिया नामक गांव में हुआ था। उन्होंने बीएससी के बाद एमए किया। अपने विद्यार्थी जीवन में क्रांतिकारियों के संपर्क में आए और हिंदुस्तान रिपब्लिकन पार्टी के सदस्य बन गए। अंग्रेज सरकार विरोधी गतिविधियों के लिए इन्हें कई साल जेल में भी रहना पड़ा। स्वतंत्रता के बाद कुछ समय तक इन्होंने भारत सरकार के रेडियो के समाचार विभाग में काम किया। इन्होंने विशाल भारत, दिनमान, नया प्रतीक, धाट तथा नवभारत टाइम्स का संपादन कार्य भी कुछ वर्षों तक किया। अग्नि के आंगन के पार द्वार नामक पुस्तक पर साहित्य अकादमी का पुरस्कार मिला है। उसी प्रकार कितनी नावों में कितनी बार नामक पुस्तक पर भी भारतीय ज्ञानपीठ पुरस्कार मिला है। उनकी कविता में अकेलेपन का वैभव तथा रोमांटिक व्यक्तिवादी विद्रोह मिलता है। मूल रूप से अग्नि प्रेम और प्रकृति के कवि है। प्रेम और प्रकृति के कवि है। സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായൻ അഗ്നി എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. അഗ്നി ജനിച്ചത് ഉത്തർപ്രദേശിലെ ദേവരിയ എന്ന ജില്ലയിലെ കസിയ എന്ന പേരുള്ള ഗ്രാമത്തിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം BSc ഡിഗ്രി പൂർത്തിയാക്കി. പിന്നെ അതിനുശേഷം അദ്ദേഹം MA ചെയ്തു. MA പാസ്സായി. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ, ആ കാലഘട്ടം ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള സമരക്കാരും അതുപോലെ തന്നെ വിപ്ലവകാരികളുമായ ആളുകളുമായി സമ്പർക്കത്തിൽ വരികയും അന്ന് രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പാർട്ടിയിലെ സദസ്യ അംഗമാവുകയും ചെയ്തു. പിന്നെ അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ അദ്ദേഹം കുറച്ച് കാലം റേഡിയോയിൽ വാർത്താ വിഭാഗത്തിൽ ജോലി ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം റേഡിയോയിൽ വാർത്താ വിഭാഗത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തു. അതുപോലെ തന്നെ
ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കുറേയേറെ പത്രമാസികകളുടെ സമ്പാദൻ കാര്യം എഡിറ്ററായിട്ടും ജോലി ചെയ്തു. ഏതൊക്കെയായിരുന്നു ആ പത്രമാസികകൾ? വിശാൽ ഭാരത്, ദിൻമാൻ, നയ പ്രതീക്, ധാട്ട്, നവഭാരത് ടൈംസ്, ഇങ്ങനെയുള്ള ഒരുപാട് പത്രമാസികകളുടെ സമ്പാദൻ കാര്യം, അല്ലെങ്കിൽ എഡിറ്ററായിട്ടുള്ള ജോലിയും അദ്ദേഹം നിർവഹിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അവയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളുമാണ് ഇനി പറയുന്നത്. ആങ്കൻ കെ പാർ ദ്വാർ, ആങ്കൻ കെ പാർ ദ്വാർ. ഈ പുസ്തകത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് കിത്തനി നാവോമേം കിത്തനി ബാർ, കിത്തനി നാവോമേം കിത്തനി ബാർ. ഈ പുസ്തകത്തിന് ജ്ഞാൻപീഠ പുരസ്കാർ മിലാ ഹെ, ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അഗ്നേയ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അഗ്നേയ് എന്ന എഴുത്തുകാരൻ പ്രേം ഔർ പ്രകൃതി കെ കവി ഹെ, പ്രേം സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും കവിയാണ് അഗ്നേയ്. ഇതാണ് അഗ്നേയ് എന്ന എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു ചെറിയ പരിചയപ്പെടുത്തൽ. ഇനി അഗ്നേയ് എഴുതിയിട്ടുള്ള ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്. ആ കവിതയുടെ പേര് നാച്ച്. നാച്ച് എന്നാൽ നൃത്തം. അപ്പോൾ ഈ നൃത്തം എന്ന ശീർഷകത്തോടു കൂടിയ ഈ കവിതയിൽ അഗ്നേയ് പറയുന്നത് ഓരോ മനുഷ്യരുടെയും ജീവിതം ഒരു നൃത്തം പോലെയാണ്. അപ്പോൾ ഈ നൃത്തം നമ്മുടെ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ നല്ലതും ചീത്തതും ആയ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കും. അപ്പോൾ ആ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ പ്രവൃത്തിയിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ പലപ്പോഴും പ്രകടമാവുകയും ചെയ്യും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവർ ആടിക്കൊണ്ടിരിക്കുന്ന വേഷം അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പക്ഷേ നിസ്സാരമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കതൊരു നൃത്തം അല്ലെങ്കിൽ ഒരു അഭിനയം പോലെ തോന്നാം, എന്നുവെച്ചാൽ നിസ്സാരമായി തോന്നാം. അതുപോലെ തന്നെയാണ് നമ്മളും മറ്റുള്ളവരുടെ ജീവിതം വീക്ഷിക്കുമ്പോൾ നമുക്കും പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിസ്സാരമെന്ന് തോന്നാം. അങ്ങനെയുള്ള ജീവിതമാകുന്ന നൃത്തം, ആ നൃത്തത്തെക്കുറിച്ചാണ് ഇവിടെ ഈ കവിതയിൽ അഗ്നേയ് പറയുന്നത്. അപ്പം നമുക്ക് കവിതയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം ഇന്നത്തെ ക്ലാസ്സിലൊന്ന് നോക്കാം. അഗ്നേയ് ഇവിടെ പറയുന്നു, ഏക് തനി ഹുയി രസ്സി ഹെ ജിസ് പർ मैं नाचता हूँ. एक तनी हुई रस्सी है जिस पर मैं नाचता हूँ. जिस तनी हुई रस्सी पर मैं नाचता हूँ वह दो गंभों के बीच है. वह दो गंभों के बीच है. रस्सी पर मैं जो नाचता हूँ वह एक खंभे से दूसरे गंभे तक का नाच है. दो गंभों के बीच जिस तनी हुई रस्सी है पर मैं नाचता हूँ उस पर फीकी रोशनी पड़ती है जिसमें लोग मेरा नाच देखते हैं. एक तनी हुई
रस्सी है, जिस पर या उस रस्सी पर मैं नाचता हूँ। वह रस्सी दो गंभों के बीच है। वह रस्सी दो गंभों के बीच है। उस रस्सी पर मैं नाचता हूँ. ഇവിടെ അഗ്നേയ് പറയുന്നു, एक तनी हुई रस्सी है जिस पर मैं नाचता हूँ. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തനി ഹുയി, വലിച്ചു കെട്ടിയ, രസ്സി, കയർ. വലിച്ചു കെട്ടിയ കയറെന്ന് പറയുമ്പോൾ രണ്ടറ്റവും എന്തിലെങ്കിലും വലിച്ചു കെട്ടുമ്പോഴുള്ള അവസ്ഥ. ഒരു കയർ, ആ കയറിൻ്റെ രണ്ടറ്റവും എവിടെയെങ്കിലും വലിച്ച് കെട്ടിയാലുള്ള അവസ്ഥ. അപ്പോൾ വലിച്ചു കെട്ടിയ ഒരു കയറ് പോലെ ആണ് നമ്മുടെ ജീവിതം. ആ കയറിലൂടെ ജീവിക്കുമ്പോൾ ആ ജീവിതം എന്തുപോലെയാ? നാച്ച്, നൃത്തം പോലെയാണ്. നമ്മൾ പറയില്ലേ സർക്കസിലെ ഞാണിന്മേൽ കളിയെന്ന്, കണ്ടിട്ടുണ്ടാവും. സർക്കസിൽ കയറൊക്കെ അല്ലേ, ഇങ്ങനെ വലിച്ചു കെട്ടിയ കയറ്. ആ കയറിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ബാലൻസ് ഒന്നും തെറ്റാതെ നടന്ന് അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നു. അപ്പോൾ ജീവിതം എന്നത് ശരിക്കും ഒരു ഞാണിന്മേൽ കളി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഏക് തനി ഹുയി രസ്സി ഹെ, വലിച്ചു കെട്ടിയ ഒരു കയറ്. അപ്പം അത് ജീവിതം എന്ന കയറ്. ആ കയറിലൂടെ മേം നാച്താ ഹും, ഞാൻ നൃത്തം വയ്ക്കുകയാണ്. ആ കയറിലൂടെ ഞാൻ നൃത്തം വയ്ക്കുകയാണ്. അതായത് എൻ്റെ ജീവിതം ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ എത്തിയാലേ പൂർത്തിയാകൂ. അപ്പോൾ ആ കയറിലൂടെ ഞാൻ നൃത്തം വയ്ക്കുകയാണ്. വഹ് ദോ ഗംഭോം കെ ബീച്ച് ഹെ. ഇനി ഈ കയറ് ദോ ഗംഭോം കെ ബീച്ച് ഹെ. ദോ ഗംഭ, രണ്ട് തൂണുകൾ. അപ്പോൾ ഈ കയറ് രണ്ട് തൂണുകൾക്ക് ബീച്ച്, നടുവിലാണ്. അപ്പോൾ ഈ രണ്ട് തൂണുകളിലാണ് ഈ കയറ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തൂണുകളെ കവി എന്തായിട്ടാണ് പറയുന്നത്? ഒന്ന് ജനനം, മറ്റൊന്ന് മരണം. അപ്പോൾ ഈ രണ്ട് തൂണുകൾ ജനനവും മരണവും. അപ്പോൾ ഈ രണ്ട് തൂണുകൾക്കിടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കയറിലൂടെ ഞാൻ നൃത്തം വയ്ക്കുകയാണ്. ഏക് ഖംബേ സേ ദൂസരേ ഗംഭ് തക് കാ നാച്ച്. ഏക് ഖംബേ, ഒരു തൂണിൽ നിന്ന്, ദൂസരേ ഗംഭേ, മറ്റേ തൂണിലേക്കുള്ള നാച്ച്, നൃത്തം. അതായത് ജീവിതം, ഒരറ്റത്ത് ജീവിതം, അങ്ങേയറ്റത്ത് മരണം. അപ്പോൾ ജീവിതമാകുന്ന ആ തൂണിൽ നിന്നും തുടങ്ങി അത് അവസാനിക്കുന്നത് എവിടെയാണ്? മരണമാകുന്ന ആ തൂണിലേക്ക്, ആ അറ്റത്തെത്തുമ്പോഴാണ്. അപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൃത്തം ആണ്, അല്ലെങ്കിൽ നൃത്തം പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. ഉസ് പർ തീക്കി രോഷ്നി പഡ്തി ഹേ. ഉസ് പർ തീക്കി രോഷ്നി പഡ്തി ഹേ. ഇനി ഈ കയറിൽ, ജീവിതമാകുന്ന കയറിൽ തീഖി രോഷ്നി, ശക്തിയായ വെളിച്ചം പതിക്കുന്നു. ജീവിതമാകുന്ന ഈ കയറിലേക്ക് ശക്തമായ, തീക്ഷ്ണമായ വെളിച്ചം പതിക്കുന്നു. ജിസ്മേം ലോഗ് മേരാ നാച്ച് ദേഖ്തേ ഹെ. ജിസ്മേം, ആ വെളിച്ചത്തിൽ, ലോഗ്, ആളുകൾ, മേരാ നാച്ച് ദേഖ്തേ ഹെ, എൻ്റെ നൃത്തം കാണുന്നു. അപ്പോൾ ജീവിതം എന്നത് രണ്ട് തൂണുകൾക്ക് ഇടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കയറാണ്. അപ്പോൾ രണ്ട് തൂണുകൾ എന്ന് പറയുന്നത് ജീവിതവും മരണവും. അപ്പോൾ ജീവിതവും മരണവും, ആ രണ്ട് തൂണുകൾക്ക് നടുവിൽ, അല്ലെങ്കിൽ ആ രണ്ട് തൂണുകളിലായി വലിച്ചു കെട്ടിയിരിക്കുന്ന കയറ് പോലെയാണ് ജീവിതം. ആ കയറിലൂടെ ഞാൻ നൃത്തം വയ്ക്കുകയാണ്. കഴിഞ്ഞാൽ ജീവിതത്തിൽ ജനനം തൊട്ടിട്ട് മരണം വരെയുള്ള ജീവിതം ഒരു നൃത്തം പോലെയായിട്ടാണ് കവി ഉപമിക്കുന്നത്.
ഇനി മാത്രമല്ല, ആ കയറിലേക്ക് തീക്ഷ്ണമായ വെളിച്ചം വന്ന് പതിക്കുന്നു. ആ വെളിച്ചം വന്ന് പതിക്കുമ്പോൾ ലോഗ്, ആളുകൾ, മേരാ നാച്ച് ദേഖ്തേ ഹേ, എൻ്റെ നൃത്തം കാണുന്നു. ആ കയറിലേക്ക് തീക്ഷ്ണമായ വെളിച്ചം വന്ന് പതിക്കുമ്പോൾ ആളുകൾ എൻ്റെ നൃത്തം കാണുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി, ഇത്രയും ഭാഗം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ധന്യവാദം.